ഹലോ ഗൈസ്, ഞാനൊക്കെ +2 പഠിച്ച ടൈമിൽ ഒരുപാട് സമയം ഇരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു മാർക്ക്, ഈ കാണുന്ന മാർക്കൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിപ്പോൾ +2-ലാണെങ്കിലും 10ാം ക്ലാസ്സിലാണെങ്കിലും ഞാൻ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ACCA 8 പേപ്പറോളം കംപ്ലീറ്റ് ചെയ്തേ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നതിലല്ല കാര്യം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ മാർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ നോളജിലോ ഒന്നും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ബോറിംഗ് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നാത്തത് നമ്മൾ കറക്റ്റായിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ 3 ടെക്നിക്സാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾ പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നല്ലോണം പഠിക്കുന്ന സ്റ്റുഡൻറ്റ്, ഒരുപാട് സമയം ഹാർഡ് വർക്ക് ചെയ്യുന്നൊക്കെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണാം. എന്തായാലും ഹെൽപ്ഫുള്ളായിട്ട് ഒരു പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കും. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 3 ടെക്നിക്കിൽ ഒരു ടെക്നിക്ക് വെച്ച് നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അല്ല 3 കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിരിക്കില്ല. കാരണം നമ്മൾ പറയുന്ന അത്ര സിമ്പിൾ അല്ല ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ. ഞാൻ തന്നെ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു 3 ടെക്നിക്സ് ഞാൻ മാസ്റ്റർ ചെയ്തത്. അപ്പോൾ നിങ്ങളും ചെറിയ രീതിയിൽ തുടങ്ങുക, പ്രാക്ടീസ് ചെയ്ത് ഈ 3 ടെക്നിക്സ് നിങ്ങളുടെ സ്റ്റഡീസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ടിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, അത് ഞാൻ ഗ്യാരണ്ടി തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ സിദ്ധാർത്ഥ്. ഞാനിപ്പോൾ 2 കൊല്ലത്തോളമായിട്ട് യൂട്യൂബിൽ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുറച്ച് നേരമായി പറയുന്നു 3 ടെക്നിക്ക് എന്ന്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് 3 ടെക്നിക്ക് എന്ന് ആദ്യം തന്നെ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ടെക്നിക്ക് സ്പേസ് റെപ്പറ്റീഷൻ, രണ്ടാമത്തത് ആക്റ്റീവ് ലേണിംഗ്, മൂന്നാമത്തത് ഇൻ്റർലീവിങ്. സോ ഇനി നമുക്കിത് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതെങ്ങനെ നിങ്ങളുടെ സ്റ്റഡീസിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഇൻ്റർലീവിങ്ങിൽ നിന്ന് തുടങ്ങാം. പഠിക്കാനിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ലൈക്ക് നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ വരിക, അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കുക, ഉറക്കം വരിക, ഇങ്ങനത്തെ ഒക്കെ ഫീലിംഗ് വരുന്നത് വളരെ നോർമലാണ്. അപ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇൻ്റർലീവിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇൻ്റർലീവിംഗ്? എങ്ങനെയാണ് നമ്മുടെ ബോറടി കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളൊന്ന് ഫോക്കസ്ഡ് ആക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ +2-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സബ്ജക്റ്റ് ഉണ്ടാവും. +2, 10th ആ ഒരു ഗ്രേഡ്സ് ഒക്കെ ആണെങ്കിൽ. പക്ഷേ ഇത്തിരി കൂടി ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ACCൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓഡിറ്റ് പേപ്പർ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഓഡിറ്റ് മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചാപ്റ്റേഴ്സ് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ലൈക്ക് ഞാനിപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ച് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത ഏതെങ്കിലും ചാപ്റ്ററിലേക്ക് കിടക്കുക, അത് വായിക്കുക. കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനെ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ചാലഞ്ച് ചെയ്യുകയാണ്. കാരണം ഇത്രയും നേരം ഇത് പഠിച്ചു, അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. സോ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് കോൺസ്റ്റൻ്റായിട്ട് കുറച്ച് കാലം ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി അത്രയും കൂടുകയും നമുക്ക് ഇത്രയും കൂടി ഫോക്കസ് ചെയ്ത് ബോറടിക്കാതിരുന്ന് പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇത് ചാപ്റ്റേഴ്സ് മാത്രമല്ല, നിങ്ങൾ 10, 8, 9 പിന്നെ +1, +2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേയേറെ സബ്ജക്ട്സ് ഉണ്ടാവും. സോ നിങ്ങളിപ്പോൾ മാത്സ് പഠിച്ചു, ഒരു ചാപ്റ്റർ പഠിച്ചു, ഭയങ്കരമായിട്ട് ബോറടിച്ചു, മടുത്തു, നേരെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഏതെങ്കിലും വേറൊരു വിഷയം എടുത്ത് അതൊന്ന് പഠിക്കാം, എന്നിട്ട് തിരിച്ച് ഇതിലോട്ട് തന്നെ വരാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മിക്സപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെ മിക്സായി പോകില്ലേ, ഇനി എങ്ങനെ നമ്മളിത് പഠിക്കും? അങ്ങനെ മിക്സായി പോകുന്നില്ല. മാത്സ് എന്ന് പറയുന്നത് മാത്സ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സ് ആണ്, നമ്മുടെ ബ്രെയിനെ റീഡ് ചെയ്യാൻ പറ്റും. കെമിസ്ട്രി ആണെന്നും റീഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ പോയിട്ട് ഛർദ്ദിച്ച് വെക്കുകയല്ലോ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, നമ്മൾ ഈ ചാപ്റ്റേഴ്സ് ഇങ്ങനെ മാറി മാറി പഠിക്കുമ്പോൾ നമുക്കിതിങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സായി പോകില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാമിന് ചാപ്റ്റർ വൈസ് അല്ലല്ലോ ക്വസ്റ്റ്യൻ വരിക, എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് വരിക. സോ ഇങ്ങനെ പഠിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് മിക്സപ്പായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യും? നമ്മളെപ്പോഴും നമ്മുടെ ബ്രെയിനിനെയും മൈൻഡിനെയും അതിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു എക്സാം എൻവയോൺമെൻറ്റിലേക്ക് ട്യൂൺ ചെയ്ത് കൊണ്ടുവരികയാണ് ഈ സ്റ്റഡി ടെക്നിക്സ് കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റഡി ടെക്നിക്കിലേക്ക് പോവാം. ചില കാര്യങ്ങൾ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കും, പഠിച്ച് ഇങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ പഠിച്ചു പോകും. പക്ഷേ രാവിലെ പഠിച്ച കാര്യം വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ എന്താ പഠിച്ചത്, ഏത് ചാപ്റ്ററാണ് പഠിച്ചത് എന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ ഓഡിറ്റൊക്കെ പഠിച്ച ടൈമിൽ ഞാനത് നല്ലപോലെ അനുഭവിച്ചതാണ്. കാരണം രാവിലെ പഠിച്ച സാധനം വൈകിട്ടാകുമ്പോഴേക്കും തന്നെ മറന്നു പോകും. അപ്പോഴാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സ്പേസ് റെപ്പറ്റീഷൻ ആണ്. അപ്പോൾ സ്പേസ് റെപ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരൊറ്റ സിംഗിൾ സ്ട്രെച്ചിലിരുന്ന് പഠിക്കാതെ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിനെ റഫായിട്ടൊന്ന് വായിച്ച് പോവുക രാവിലെ. അങ്ങനെ നമ്മളൊരു 3-4 ചാപ്റ്ററൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുക. മാക്സിമം പോയാൽ എത്ര വേണം ഒരു ചാപ്റ്റർ വായിക്കാൻ, അല്ലെങ്കിൽ 2-3 ചാപ്റ്റർ പഠിക്കാൻ? 1.5 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതൊന്ന് വായിക്കുക. എന്നിട്ട് ഉച്ചയ്ക്ക് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഈവനിങ് അതന്നെ ഒന്നും കൂടി വായിക്കുക, രാത്രി അതന്നെ ഒന്നും കൂടി വായിക്കുക, പിറ്റേ ദിവസം രാവിലെയും അതന്നെ ഒന്നുകൂടി വായിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ 3 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്റർ ഒരിക്കലും മറക്കില്ല. ഒരാഴ്ച 2 ആഴ്ചയെങ്കിലും നമുക്ക് ഈ കാര്യം ഓർമ്മയുണ്ടാവും.
അപ്പോൾ നമ്മളിത് മറക്കുന്നു തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്നും കൂടി വായിക്കണം. അപ്പോൾ ഇങ്ങനെ ഒറ്റ കുത്തിയിരുന്നങ്ങ് പഠിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണിത്. നമുക്ക് ബോറടിക്കില്ല, നമ്മളങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആവില്ല. പിന്നെ രാവിലെ രാവിലെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാൽ വൈകിട്ടായപ്പോൾ മറന്നുപോയി, അങ്ങനത്തെ ഒരു തോട്ടുകളും ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്യുന്നേ ഉള്ളൂ. രാവിലെ റീഡ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് റീഡ് ചെയ്യുന്നു, വൈകിട്ട് റീഡ് ചെയ്യുന്നു, രാത്രി റീഡ് ചെയ്യുന്നു. അപ്പോൾ ഡെയിലി നമ്മളെ കൊണ്ട് ഒരു 4 ചാപ്റ്ററോ 5 ചാപ്റ്ററോ ഒക്കെ ആയിരിക്കും പഠിക്കാൻ പറ്റുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ 1 hour അല്ലെങ്കിൽ 2 hour ഒക്കെ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വായിക്കുമ്പോൾ ഈ 2 hour എന്നുള്ളത് 1 hour ആവും. വൈകിട്ട് വായിക്കുമ്പോൾ 1 hour എന്നുള്ളത് 45 minutes ആവും. വൈകിട്ട് കഴിഞ്ഞ് രാത്രിയും കൂടി വായിക്കുമ്പോഴേക്കും അത് ½ an hour ആവും. പിറ്റേ ദിവസം ആകുമ്പോൾ വെറും 15 മിനിറ്റും കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഇതിനങ്ങനെ സയൻറ്റിഫിക് പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനാണ് ലിവിങ് പ്രൂഫ്. കാരണം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ഓഡിറ്റിൻ്റെ ഫുൾ എൻറ്റയർ ചാപ്റ്റർ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് പഠിച്ചെടുക്കുമെന്ന് വെച്ചാൽ ഓൾറെഡി കുറേ പ്രാവശ്യം ഇങ്ങനെ വായിച്ച് ഭയങ്കര യൂസ്ഡ് ആണ്. നമുക്ക് ഓരോ ലൈൻ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ താഴെ ടോപ്പിക്സ് എന്താണ്. സോ അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം വായിക്കുന്നതിലൂടെ വളരെ ചുരുങ്ങിയ ടൈമിൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും വർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ടെക്നിക്ക് ആക്റ്റീവ് ലേണിംഗ്. നിങ്ങൾക്ക് എക്സാം എഴുതുന്ന ടൈമിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നറിയാത്തൊരവസ്ഥ വരും. ഇത് പല എക്സാമിനും 10th തൊട്ടിട്ടേ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. 10th-ലും 11th-ലും 12th-ലും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം എന്താ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ബുക്ക് ഇങ്ങനെ നോക്കും, ഇന്ന കാര്യങ്ങൾ നമുക്കറിയോ, ഈ കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ എന്ത് പറ്റും, നമുക്കിതൊക്കെ അറിയാം, സംഭവങ്ങളൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റാത്തത്. വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. നമ്മളൊരു സംഭവം പഠിച്ചു, റിവൈസ് ചെയ്യുമ്പോഴും അത് ആദ്യം പഠിച്ച പോലെ തന്നെ ഇങ്ങനെ വായിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താ നമ്മളോട് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ നമുക്കത് എക്സാമിന് എഴുതാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ, അല്ലെങ്കിൽ പോയിന്റ്സ് വിട്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അതിന് കാരണം റിവിഷൻ ടൈമിൽ പോലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ ജസ്റ്റ് വെരിഫൈ ചെയ്ത് പോവുള്ളൂ ഇന്ന കാര്യങ്ങൾ നമുക്ക് അറിയാമെന്ന്. അപ്പോൾ എക്സാമിന് ആ ഒരു ഫസ്റ്റ് പോയിന്റ് കിട്ടാതെ നമ്മളെങ്ങനെ വെരിഫൈ ചെയ്യും? അതാണ് ഇഷ്യൂ. അപ്പോൾ നമ്മളിതിനെങ്ങനെ ഓവർകം ചെയ്യണം? ക്വസ്റ്റ്യൻ വായിക്കുക, ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ആ ഒരു ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ കാര്യം ഫുള്ളായിട്ട് എഴുതി വെക്കുക. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആൻസർ നമ്മുടെ ബുക്കിൽ നോക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താ, നമുക്ക് മനസ്സിലാവും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു വിചാരം ഉണ്ടാവും, നമുക്ക് എല്ലാം അറിയാം, ഇതേപോലെ അങ്ങ് പോയി എഴുതി വെക്കാൻ പറ്റും, സിമ്പിളാണെന്നൊക്കെ ഒരു വിചാരം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ആക്റ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ എടുത്ത് ആ ഒരു ആൻസർ എഴുതുന്നതോടുകൂടി തീരും. കാരണം മോസ്റ്റ് പ്രോബബ്ലി നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, നമുക്ക് പല പോയിൻറ്റ്സും എഴുതാൻ പറ്റാത്തുണ്ടാവും. ലൈക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നൊരു ഫീൽ വരും. അത് നമ്മുടെ ബ്രെയിൻ നമ്മളെ തന്നെ ട്രിക്ക് ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മുടെ 3 സ്റ്റഡി ടെക്നിക്സ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.